ഹലോ, മണി പ്ലാന്റ് തിക്കായി വളർന്നു വരാനായിട്ടുള്ള ഒരു മിശ്രിതമാണ് കേട്ടോ ഇത്. ഇതെന്തെന്ന് വെച്ചാൽ പാലും തേയിലയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, മട്ടി, അത് രണ്ടുമാണ്. ഞാനിത് രണ്ടും കൂടി വച്ചിട്ട് പുളിപ്പിച്ചിട്ട് എല്ലാ മണി പ്ലാന്റിനും ഒഴിച്ചു കൊടുക്കും. പാലെന്ന് പറയുമ്പം നല്ല പാലല്ല, നമുക്കിപ്പം പിരിഞ്ഞിട്ട് ബാക്കി ബാലൻസ് വരുന്ന പാലൊക്കെ കാണുമല്ലോ, അത്. പിന്നെ പാലിൻ്റെ കുപ്പി കഴുകിയിട്ട് ആ വെള്ളം ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് പാൽപ്പാടയ്ക്കകത്ത് കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്ത് വെച്ചിട്ട് 2 ദിവസം വച്ചിരുന്നിട്ട്, ഒരുപാട് ദിവസം വയ്ക്കരുത്, ഒരു 2 ദിവസം വച്ചിട്ട് ആ ഒരു വെള്ളം കൊണ്ടുവന്ന് ഈ മണി പ്ലാന്റിനെല്ലാം ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ്. ഞാനിത് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഞാൻ എൻ്റെ ചെടികൾക്ക്, എല്ലാ ചെടികൾക്കും ഞാനങ്ങനെ കൊടുക്കാറില്ല, മണി പ്ലാന്റിനാണ് ഞാൻ കൂടുതലും കൊടുക്കാറുള്ളത്. പിന്നെ ഓർക്കിഡിന് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്കതിനുണ്ട്. പക്ഷേ മണി പ്ലാന്റൊക്കെ നമ്മൾ കുറച്ച് ഒരുപാടങ്ങ് പുളിപ്പിച്ചിട്ട് കൊടുക്കരുത്, സ്മെല്ലായി പോവും. ഒരു 2 ദിവസമൊക്കെ വച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ മണി പ്ലാന്റ് ഏതെല്ലാം രീതിയിൽ ചെയ്യാമോ അതെല്ലാം ഇതുപോലെ ഒരു ബോയ്ക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എന്തിനാണ്, മരമുന്തിരി, പേര് തെറ്റി, മരമുന്തിരിയാണിത്. 1 മാസം ആവുന്നതേ ഉള്ളൂ ഞാനിത് മേടിച്ച് വെച്ചിട്ട്. തറയിൽ വെച്ചാൽ വലിയ മരം ആവുമെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ബക്കറ്റിലാണ് വച്ചേക്കുന്നത്. ഇതെൻ്റെ ചെമ്പരത്തി, ഇതിൽ ഇഷ്ടം പോലെ പൂ പിടിക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ ആഫ്രിക്കൻ ഒച്ചുണ്ട്, അത് വന്ന് മുട്ടെല്ലാം കഴിക്കുന്നത് കാരണം പൂ അങ്ങനെ ഇപ്പോൾ കുറവാണ്. പിന്നെ എൻ്റെ പിച്ചിയിൽ എന്നും പൂ ഉണ്ടാവാറുണ്ട്, ഇഷ്ടം പോലെ പൂ, മൊട്ടുകൊണ്ട് ഇഷ്ടം പോലെ പൂ പിടിക്കാറുണ്ട്. നല്ല മണമാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ പിച്ചിയുടെ പൂ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ ബോഗൺവില്ലയാണ്, ഞാൻ ഈ ഇടയ്ക്ക് കടയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് കേട്ടോ. അത് പോട്ട് മാറ്റിയപ്പോഴത്തേക്ക് അതിൻ്റെ വേരൊന്ന് ഉടഞ്ഞു. അപ്പോൾ ഇതിനി ഉണങ്ങിപ്പോവോ, കിളിച്ച് വരുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു തണലത്ത് വച്ചിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. 2-3 ഒരു തൈ കൊണ്ട് വെച്ചതാണ്, ഇപ്പോൾ ഒരുപാടായി. പിന്നെ ഇതെൻ്റെ കുളമാണ്, മീൻ കുളമാണ്. ഇത് മുമ്പൊരു തെങ്ങ് നിന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ പൂശിയൊന്നും എടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ അതിനകത്ത് ടാർപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വെള്ളം ഒഴിച്ചിട്ടേക്കുമായിരുന്നു. ആമ്പൽ മേടിച്ച് ഞാൻ വച്ച്, ഇഷ്ടം പോലെ പൂ ഇതിൽ പിടിക്കും, എല്ലാ ദിവസവും പൂവുണ്ട്. പക്ഷേ അതിനകത്തൊരു കല്ല്, കാല് വെച്ച് തട്ടിയപ്പോൾ കല്ല് വീണ് അതിലൊരു ഹോള് വീണ്, ഇപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വൃത്തിയാക്കി എടുക്കണം. പിന്നെ കൂടുതലും ഞാൻ ഈ മണി പ്ലാന്റ് എല്ലായിടത്തും വയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളൊന്നും വേണ്ടാത്തത് കൊണ്ട് ചട്ടിയിലൊക്കെ ഞാൻ വയ്ക്കും. പിന്നെ ഒരുപാട് ഒരു 2 വർഷം കൂടുതൽ മുമ്പ് വളർത്തിയെടുത്തതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാനൊരു 2-3 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന മണി പ്ലാന്റുകളാണ്. ഇതൊക്കെ നല്ല ഇതിൽ നിന്നാണ് ഞാൻ ഒരുപാട് കട്ടിങ്സ് എടുത്ത് മാറ്റി മാറ്റി വയ്ക്കുന്നത്. മണി പ്ലാന്റ് വയ്ക്കുമ്പോൾ തന്നെ ഒരു 10 ചട്ടിയിൽ വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരുപാട് ചെടികളുള്ളൊരു ഫീലിങ്സാണ് തോന്നുന്നത്. പിന്നെ ഞാൻ എല്ലാ ചട്ടികളും, ഞാൻ കാർ ഷെഡിനകത്ത് ഇങ്ങനെ ഒരു സൈഡിൽ 10 ചട്ടി, അപ്പുറത്തെ സൈഡിൽ 10 ചട്ടി ഇങ്ങനെ മേടിച്ചിട്ട് ഈ മണി പ്ലാന്റാണ് വച്ചേക്കുന്നത്. പരമാവധി എല്ലായിടത്തും വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2 സൈസേ ഉള്ളൂ എൻ്റെ കയ്യിലിപ്പം. ഒന്ന് ഇതും പിന്നെ ഒരു ലൈറ്റ് പച്ചയുടേതും. പരമാവധി എല്ലാ ചെടികളും കാണിക്കാം. ഇതൊരു ഓർക്കിഡാണ്, ഏത് കളർ പൂവാണെന്ന് അറിയില്ല, ഇനി പിടിക്കുമ്പോഴേ മൊട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ യൂട്യൂബിലേക്കുള്ളൊരു ജേണിയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റൂ.